മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായ ഒരു നോവലാണ് ബാല്യകാലസഖി. 1944 പുറത്തിറങ്ങിയ ബാല്യകാലസഖിയാണ് ബഷീറിന് മലയാള സാഹിത്യത്തിൽ പ്രതിഷ്ഠ നൽകിയത്. അദ്ദേഹത്തിൻ്റെ കൃതികൾക്കിടയിൽ ഏറ്റവും പ്രശസ്തമായ ഈ നോവലാണ് മലയാള സാഹിത്യത്തിൽ മുസ്ലിം സാമൂഹ്യ ജീവിതം ആദ്യമായി അവതരിപ്പിക്കുന്നത്. അയൽക്കാരായ മജീദിൻ്റെയും സുഹറയുടെയും കഥയാണ് ബാല്യകാലസഖി. ഒരു പണക്കാരൻ്റെ മകനാണ് മജീദ്. സുഹറ പാവപ്പെട്ട അടയ്ക്ക കച്ചവടക്കാരൻ്റെയും. അവർ സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതും കളിക്കുന്നതും എല്ലാം ഒന്നിച്ചാണ്. മജീദ് പഠിക്കാൻ മോശക്കാരനായിരുന്നു. ഒന്നും കൂട്ടിയാൽ എത്ര എന്ന അധ്യാപകൻ്റെ ചോദ്യത്തിന് ഇമ്മിണി ബല്യ 1 എന്ന മറുപടി പറയാൻ മാത്രം മണ്ടനായിരുന്നു അവൻ. സുഹറയാവട്ടെ പഠിക്കാൻ മിടുക്കിയായിരുന്നു. സ്വപ്നജീവിയായിട്ടാണ് പിന്നീട് മജീദ് വളർന്നത്. പിന്നീട് മുതിരുന്നതിനനുസരിച്ചിട്ടുള്ള അവർ തമ്മിലുള്ള ബന്ധം ഗാഢമായി തീർന്നു. ബാപ്പയുടെ മരണം കാരണം വന്നു ചേർന്ന ദാരിദ്ര്യത്താൽ സുഹറയ്ക്ക് തുടർന്ന് പഠിക്കാൻ സാധിച്ചില്ല. ഒരു ദിവസം ബാപ്പ തല്ലിയത് കാരണം മജീദ് നാടുവിട്ടുപോയി. 6-7 കൊല്ലം കഴിഞ്ഞ് വെറും കൈയോടെയാണ് അയാൾ മടങ്ങിയെത്തിയത്. കുടുംബം സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. സുഹറയെ കെട്ടിച്ചിരിക്കുന്നു. ഒരറവുകാരൻ്റെ 2ാം ഭാര്യയാണവൾ. മജീദ് വന്ന വിവരമറിഞ്ഞ് സുഹറ ഓടിയെത്തി. തന്നെ ഉപദ്രവിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ സുഹറയ്ക്ക് മനസ്സുണ്ടായിരുന്നില്ല. അവളെ വിവാഹം കഴിക്കാൻ മജീദ് തയ്യാറായിരുന്നു. സാമ്പത്തികമായി തകർന്ന കുടുംബത്തെ നേരെയാക്കാനും പുര നിറഞ്ഞു നിൽക്കുന്ന സഹോദരിമാരെ കെട്ടിച്ചയക്കാനും ജോലി അന്വേഷിച്ച് അയാൾ വീണ്ടും നാടുവിട്ടു. ഒരു കമ്പനിയുടെ ഏജൻ്റായി ജോലി കിട്ടിയ മജീദിൻ്റെ ഒരു കാൽ മുറിച്ച് കളയേണ്ടി വന്നു. പിന്നീട് അയാൾക്ക് കിട്ടിയത് ഹോട്ടലിൽ പാത്രം കഴുകുന്ന പണിയായിരുന്നു കേട്ടോ. ഈ ഇടയ്ക്കാണ് ദീനം വന്ന് സുഹറ മരിച്ചുപോയി എന്ന വിവരം ഉമ്മയുടെ കത്തിലൂടെ മജീദ് അറിയുന്നത്. ഇങ്ങനെ നായികാനായകന്മാരുടെ കഴിഞ്ഞ കാലത്തെ കളിതമാശകളുടെ പ്രസാദമധുരമായ വെളിച്ചത്തിൽ തുടങ്ങിയ കഥ ശോകസങ്കുലതയുടെ കാളിമയിൽ അവസാനിച്ചു പോകുന്നു. എങ്കിലും മജീദ് നിരാശനാകുന്നില്ല. ചുറ്റുപാടിൻ്റെ പ്രകാശവും ചലനവും മജീദ് തിരിച്ചറിയുന്നു. മധുരിക്കുന്ന ഓർമ്മയിലേക്ക് തിരിക്കുകയായിരുന്നു മജീദിൻ്റെ മനസ്സ്.